വന്നു കഴിഞ്ഞ് അവർ 3 പേരും വളരെ ആത്മാർത്ഥമായിട്ട് അപ്പോളജൈസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ അക്ബർ പറയുന്നുണ്ട്, എനിക്ക് ഒന്നുകൂടി മൂപ്പരോട് സോറി പറയണം, പക്ഷേ നോമിനേഷൻ കഴിഞ്ഞിട്ട് സോറി പറയാം, അതിന് മുമ്പ് സോറി പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടി നാടകം കളിച്ചു എന്ന് അങ്ങനെ പറയുന്നു. അക്ബറിന്റെ ബ്രില്യൻസിന് നമ്മൾ ഒരു 10 പവൻ സ്വർണ്ണമാല ഇട്ട് കൊടുക്കണം. അമ്മ അതിന് ബ്രില്യൻസ് ആണ്. കാരണം പുള്ളി അത് പറയും. പുള്ളി തിരിച്ചു വന്ന് കയറി ആദ്യം ചോദിക്കുന്നത് ലാലേട്ടൻ അവരെ പൊരിച്ചോ എന്നുള്ളതാണ്. എന്നാൽ ഈ അനിയത്തി കുട്ടിയോട് എന്ന് പറയുന്ന ആൾക്കാർ അദ്ദേഹത്തോട് ചോദിക്കണം, ഇതൊക്കെ ശരിക്കും എന്താ പറ്റിയ, ഡോക്ടർ എന്താ പറഞ്ഞത്, നിങ്ങൾ ശരിക്കും ഓക്കെ ആണോ, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, അതായത് ആണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നതിന് പകരം ലാലേട്ടൻ പൊരിച്ച് ഭയങ്കര പൊരിയായിരുന്നു, ഫസ്റ്റ് ഡേ എന്നാ പൊരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിലിരുന്ന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവരെ പൊരിച്ച് ഭയങ്കരം തന്നെ അടിപൊളി സൂപ്പർ. കാലങ്ങളായി കാത്തുവെച്ച ഒരു പ്രതികാരത്തിന്റെ ഒരു നടമാടൽ നമുക്ക് ആദിലയുടെ മുഖത്ത് കാണാൻ പറ്റും. ശരിക്കും അതിലുള്ള അക്ബറും നെവിനും തമ്മിലുള്ള കോൺവെർസേഷൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി അക്ബറിനെ പോലെ ഒരു ഫ്രണ്ടിനെ നമുക്കൊക്കെ കിട്ടുകയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. കാരണം ഒരു മനുഷ്യൻ വളരെയധികം വീക്കായിട്ട് തളർന്നു കിടക്കുകയാണ്. ഞാനിനി എന്ത് ചെയ്യും, എന്താ ഇവിടെ സംഭവിച്ചത് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ നെവിൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആ സ്റ്റേറ്റിൽ ഈ കൂട്ടുകാരന് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി തൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസും കൂടി പറഞ്ഞുകൊണ്ട് എടാ നീ നന്നായി കളിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ നാളെ പക്ഷേ നെവിൻ തളർന്നു കിടക്കുമ്പോൾ നീ ഗംഭീരമായിട്ട് കളിക്കടാ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്കൊരു വലിയ ലൈഫുണ്ട്, നീ വിചാരിക്കുന്നതിനേക്കാൾ ഒരു 50 മടങ്ങ് അടിപൊളിയായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും, ഈ സമ്പാദ്യത്തെക്കുറിച്ച് പൈസയെക്കുറിച്ച് ഒന്നും ടെൻഷൻ ആവില്ല, അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂടാ, ലാലേട്ടൻ നിന്നോട് പറഞ്ഞത് നീ ഫൈനൽ 5ലേക്ക് എത്ത്, നീ നന്നായി കളിക്ക് എന്നാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ല ലാലേട്ടൻ്റെ ആ ഒരു ക്ലിപ്പ് എടുത്ത് വെക്കുന്ന പോലെ അക്ബർ നെവിൻ കോൺവെർസേഷൻ ഒരു വീഡിയോ ക്ലിപ്പ് സേവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചോ. അതൊക്കെയാണ് നോർമലൈസ് ചെയ്യപ്പെടേണ്ടത്. സൗഹൃദങ്ങളാണ്. ഒരാൾ തളർന്നു കിടക്കുമ്പോൾ അയാൾക്ക് കൊടുക്കാവുന്ന സ്നേഹവും ഈ പറയുന്ന ഒരു ഇൻസ്പയറിംഗ് മൊമെന്റ്സ് 3-4 വട്ടം ഞാൻ എൻ്റെ വീടിൻ്റെ ജപ്തിയെ നേരിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയില്ലേ എന്ന് പറഞ്ഞ് കൂട്ടുകാരന് കരുത്ത് കൊടുക്കാനാണ് അക്ബർ നോക്കുന്നത്. വേണമെങ്കിൽ അക്ബറിന് ആ സമയത്ത് ഒരു 3-4 ഡയലോഗ് കൂടി കൊടുത്ത് നെവിനെ വീക്കാക്കായിരുന്നു. അതല്ലെങ്കിൽ ഷാനവാസിനും ആദില നൂറ അനുമോൾമാർക്കെതിരെയുള്ള ഒരു ദേഷ്യം ആളി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നിട്ട് കൊടുക്കാമായിരുന്നു. അയാൾ ഇതൊന്നും അല്ല ചെയ്തത്.